കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏത്? ഉത്തരം കുറിച്യർ കലാപം. കുറിച്യർ കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം? ഉത്തരം കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് പ്രധാന കാരണങ്ങൾ: 1. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. 2. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. 3. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഏത്? തോമസ് വാർഡൻ. വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏതുതരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്? വെട്ടിച്ചുട്ട് കൃഷി. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം TH ബേബർ. കുറിച്യ കലാപം അടിച്ചമർത്തിയത് എന്ന്? ഉത്തരം 1812 മെയ് 8. കുറിച്യ കലാപത്തെ തുടർന്ന് മരണപ്പെട്ട ആളുകൾ ആരൊക്കെ? പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകല്ലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് എന്ന്? 1812 മെയ് 1. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ഏത്? കുറുമ്പർ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം കുമാരൻ വയലേരി.